ഇപ്പോൾ ഒരു 5-6 മിനിറ്റായി. ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ശർക്കര ചേർത്ത കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് തടി കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. കുത്തി ഒഴിക്കരുത്, കാരണം അടിയിലത്തത് വെന്തിട്ടില്ല. ഇനി വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ 2 ലെയറായിട്ട് ഉണ്ടാക്കി നോക്കണം. അത് കാണാനും ഭംഗിയുണ്ട്, അതുപോലെ ടേസ്റ്റും കൂടും. ഇപ്പം ഈ വട്ടയപ്പത്തിൻ്റെ അടിഭാഗം വെളുത്ത നിറത്തിലും മേൽഭാഗം ബ്രൗൺ നിറത്തിലുമാണല്ലോ. Cook with Sophie, sharing 40 years experience. ഇത് 1.5 കപ്പ് അരിപ്പൊടി, നല്ല നൈസായ അരിപ്പൊടി, അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന നൈസായ വറുത്ത അരിപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ കപ്പി കാച്ചാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്തതല്ല, അത് വേറെയാണ് എടുത്തിരിക്കുന്നത്. 1.25 കപ്പ് ചിരവിയ തേങ്ങ, 1/2 കപ്പ് ശർക്കര പൊടി, അതുപോലെ 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് കിസ്മിസ് ഇതിൻ്റെ മേളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഉപ്പ്, വെള്ളം, അല്പം നെയ്യ്. ആദ്യം നമുക്ക് ഇതൊന്ന് കപ്പി കാച്ചിയെടുക്കാം. അതിന് പാത്രത്തിലേക്ക് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഇതാദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പം ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇപ്പം ഏകദേശം 1 കപ്പ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പം കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കണം. ഈ അരിപ്പൊടി ഒന്ന് വേകണമല്ലോ, അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഈ വെള്ളം പറ്റി ഇങ്ങോട്ട് കുറുകി കിട്ടിയാൽ പോരാ. ലോ ഫ്ലെയിമിൽ ഇട്ടാലും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഏകദേശം കുറുകി വരുന്നുണ്ട്. ഇപ്പം ആവശ്യത്തിന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റോളം ഞാനിത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടി ചേർക്കാം. തേങ്ങ, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരിയിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ചെടുത്തില്ലെങ്കിൽ അരയ്ക്കുമ്പം ചിലപ്പം ഈ അരിപ്പൊടി കട്ട പിടിച്ച് അടിയിലിരിക്കും, വെള്ളം ചെല്ലാതിരിക്കും. പിന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയിരിക്കുന്ന കപ്പി കാച്ചിയതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ചരയ്ക്കാം. അങ്ങനെ പറ്റിയല്ലെങ്കിൽ 2ആയിട്ട് അരച്ചെടുക്കണം. ഇത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇത് അരിപ്പൊടി ആയതുകൊണ്ട് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കാം. പോരെങ്കിൽ വറുത്ത അരിപ്പൊടിയല്ലേ, അതുകൊണ്ട് അതിലേക്ക് ഈസ്റ്റ്, ഏലക്കാപ്പൊടി, ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമുക്ക് ഇതുപോലെ വെള്ളം, ഇപ്പം ഈ ജാറ് കഴിക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുവാണ്. ഉപ്പ് ചേർക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്ന് പൊങ്ങി വരാനായിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് അടച്ച് മാറ്റി വെക്കാം. ഇപ്പം ഇതൊരു 1.5 മണിക്കൂറായി വെച്ചിട്ട് ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 പാത്രത്തിലാക്കണം. എന്നുവെച്ചാൽ മധുരം ചേർത്തിട്ടില്ലല്ലോ. നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകുതിയൊക്കെ മാറ്റാം. ഇപ്പം 2 പാത്രത്തിലേക്കും പകുതി വീതം ആക്കിയിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിലേക്ക് ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പൊടിയായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അരിത്ത് വന്നോളും. അല്ല എങ്കിൽ ഇത് വെള്ളം കുറച്ച് ഉരുക്കിയിട്ട് ചേർത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഇതിനാവശ്യത്തിനുള്ള മധുരം ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ നോക്കിയിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. അത് നന്നായിട്ട് അലിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന പഞ്ചസാര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. നമുക്ക് മൂടി വെക്കാം. മധുരമൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാണ്. അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ചെടുക്കാം. ഗ്രീസ് ചെയ്ത ഒരു കേക്ക് ടിന്നിലേക്കാണ് ഞാൻ ആദ്യമേ ഈ പഞ്ചസാര ചേർത്ത് മാവാണ് ഒഴിക്കുന്നത്. സ്റ്റീമറിൽ വെള്ളം തിളച്ച് കിടക്കുമെന്ന് ആദ്യമേ ഈ പാത്രം വെച്ച് കൊടുക്കുക. ഇതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ആവി കയറണം. ഒരു 5-6 മിനിറ്റായി. ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ശർക്കര ചേർത്ത കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് തടി കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. കുത്തി ഒഴിക്കരുത്, കാരണം അടിയിലത്തത് വെന്തിട്ടില്ല. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കിസ്മിസ് വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് വേഗം വെച്ചിട്ട്. ഇനി ഒന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ വട്ടയപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മറിച്ചിടാം. ഇപ്പോൾ ഈ വട്ടയപ്പത്തിൻ്റെ അടിഭാഗം വെളുത്ത നിറത്തിലും മേൽഭാഗം ബ്രൗൺ നിറത്തിലുമാണല്ലോ. നമുക്കിതൊന്ന് തിരിച്ചു വെക്കാം. നല്ല സോഫ്റ്റ് ആണത്. നമുക്ക് ഇതേ വിധത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമ്മുടെ ലെയർ വട്ടയപ്പം കണ്ടല്ലോ. ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതുപോലെ വെറൈറ്റി ആയ ചായപ്പലഹാരങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി ലിലിയാക്കോസ്.